أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള സരിയകൾ അഥവാ യുദ്ധനീക്കങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത്. ഇന്ന് ഇതിൽ സരിയ കർസ് ബിൻ ജാബിറിനെ സംബന്ധിച്ചാണ് ആദ്യം വിവരിക്കുന്നത്. ഈ സരിയ ഹിജ്റ വർഷം ശവ്വാൽ മാസത്തിൽ ഉറാനിയിലേക്കാണ് നിയോഗിക്കപ്പെട്ടത്. ചിലരുടെ വീക്ഷണത്തിൽ ഈ സരിയ സയ്യിദ് ബിൻ സെയ്ദിന്റെ നേതൃത്വത്തിലായിരുന്നു. പക്ഷേ ഭൂരിഭാഗം ആളുകളും പറയുന്നത് ഈ സരിയ കർസ് ബിൻ ജാബിറിൻ്റെതായിരുന്നു എന്നാണ്. ഒരു നിവേദനത്തിൽ ജരീർ ബിൻ അബ്ദുള്ളയുടെ നേതൃത്വത്തിലാണെന്നും പറയുന്നു. പക്ഷേ ഈ വീക്ഷണത്തെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. ജരീർ ബിൻ അബ്ദുള്ള ഈ സരിയയ്ക്ക് 4 വർഷത്തിന് ശേഷമാണ് മുസ്ലിമായത്. ഈ സരിയയ്ക്കുള്ള കാരണമായി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിൽ ഏതാനും ആളുകൾ വന്നു. ബുഖാരി കിതാബുൽ ജിഹാദിലും കിതാബു ദിയാത്തിലും ഹദ്റത്ത് അനസ് നിവേദനം ചെയ്യുന്നു, അവർ 8 ആളുകൾ അക്കൽ ഉറൈന ഗോത്രങ്ങളിൽപ്പെട്ടവരായിരുന്നു. ഇബ്നു ജരീറിന്റെയും അബൂ അവാനയുടെയും വീക്ഷണത്തിൽ 4 പേർ ഉറൈനക്കാരും 3 പേർ അക്കൽ ഗോത്രക്കാരുമായിരുന്നു. 8ാമത്തെ വ്യക്തി ഈ 2 ഗോത്രങ്ങളുമായും ബന്ധമുള്ള ആളായിരുന്നില്ല. അയാളുടെ കുടുംബ പശ്ചാത്തലവും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഏതായിരുന്നാലും അവർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇസ്ലാമിനെ സംബന്ധിച്ച് സംസാരിച്ചു. ഒരു നിവേദനത്തിൽ പറയുന്നു, അവർ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ബയ്യത്ത് ചെയ്യുകയുണ്ടായി. അവർ രോഗികളായിരുന്നു. അബു അവാന പറയുന്നു, അവർ വളരെ ക്ഷീണിതരായിരുന്നു. അവരുടെ നിറം മഞ്ഞളിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഉദരം ഉന്തിയെന്നിരുന്നു. അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് അഭയവും ഭക്ഷണവും തന്നാലും. അവർ മസ്ജിദ് നബിയുടെ മട്ടുപ്പാവിലാണ് താമസിച്ചിരുന്നത്. അവർ ആരോഗ്യം വീണ്ടെടുത്തെങ്കിലും അവരുടെ ശരീരത്തിന് മദീനയുടെ കാലാവസ്ഥ യോജിക്കുന്നുണ്ടായിരുന്നില്ല. അതായത് പട്ടിണി കാരണം രോഗികളായിരുന്നു, ക്ഷീണവും ഉണ്ടായിരുന്നു. അതെല്ലാം മാറി. പക്ഷേ പൊതുവിൽ അവർക്ക് മദീനയുടെ കാലാവസ്ഥ പട്ടണത്തിലെ കാലാവസ്ഥ യോജിക്കുന്നുണ്ടായിരുന്നില്ല. ഇബ്നു ഇസാഖ് പറയുന്നു, അവർ കാലാവസ്ഥ അനുയോജ്യമായി കണ്ടില്ല. അവർ ക്ഷീണിതരായി. അതായത് ഒരു ഭാഗത്ത് വിശപ്പ് കൊണ്ടുള്ള ക്ഷീണം മാറി ആരോഗ്യം വീണ്ടെടുത്തെങ്കിലും മറുഭാഗത്ത് മറ്റ് രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു. ഏതായാലും ഒരു നിവേദനത്തിൽ പറയുന്നു, മദീനയിൽ ആ സമയത്ത് ഒരു പകർച്ചവ്യാധി ഉണ്ടായിരുന്നു. അതിനെ ബർസാം എന്നാണ് പറയുന്നത്. ബർസാം ഒരു രോഗമാണ്. അത് മസ്തിഷ്കത്തെയാണ് ബാധിക്കുന്നത്. തലയിലും നെഞ്ചിലും ചൊറി ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യുന്നു. അവർ പറഞ്ഞു, ഈ രോഗം ഇവിടെയും എത്തിയിരിക്കുന്നു. മദീനയുടെ കാലാവസ്ഥ ഞങ്ങൾക്ക് അനുയോജ്യവുമല്ല. ഞങ്ങൾ വളർത്തുമൃഗങ്ങളുള്ളവരാണ്. ഞങ്ങൾ കൃഷിപ്പണി ചെയ്യുന്നവരല്ല, വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നവരുമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പാലിനുള്ള സംവിധാനം ചെയ്തു തന്നാലും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ പക്കൽ മറ്റൊന്നുമില്ല, നിങ്ങൾ പാല് തരുന്ന ഒട്ടകങ്ങളുടെ അടുക്കൽ പോവുക എന്ന് പറഞ്ഞ് അവരെ വളർത്തുമൃഗങ്ങളെ മേയാൻ വിട്ട സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു. ഒരു നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ
ഫൈഫാൽ ഖുബാറിന്റെ മൃഗങ്ങളെ മേയ്ക്കാൻ വിടുന്ന സ്ഥലത്തേക്ക് പോകാൻ കൽപ്പിച്ചു. ഫൈഫാൽ ഖുബാർ മദീനയുടെ അടുത്തുള്ള ഒരു വിജന പ്രദേശമാണ്. ഏതായാലും ഈ നിവേദനത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ അവർ കൂടുതൽ കാലം മദീനയിൽ താമസിച്ചില്ല, മറിച്ച് വേഗം തന്നെ മദീനയുടെ പുറത്തേക്ക് പോയി ഒട്ടകങ്ങളുടെ പാല് കുടിച്ച് ആരോഗ്യം വീണ്ടെടുത്തു. ഒരു നിവേദനത്തിൽ ഇത്രയും കൂടി വരുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്വതക്കയിൽ കിട്ടിയ ഒട്ടകങ്ങളുടെ അടുത്തേക്ക് അവയുടെ പാല് കുടിക്കുന്നതിന് വേണ്ടി പറഞ്ഞു വിട്ടു. അങ്ങനെ അവർ ഒട്ടകങ്ങളുടെ അടുത്തേക്ക് പോയി അതിന്റെ പാല് കുടിക്കാൻ തുടങ്ങി. ആരോഗ്യം വീണ്ടെടുത്തു. അവരുടെ ശരീരം പഴയതുപോലെ തന്നെ ആയിത്തീർന്നു. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അവരുടെ ഉദരങ്ങൾ സാധാരണത്തേതുപോലെ തന്നെ വീണ്ടും ചെറുതായപ്പോൾ കാഫിറായി ഒട്ടകങ്ങളെയും തളിച്ച് അവർ പൊയ്ക്കളയുകയും ചെയ്തു. ഒരു ഭാഗത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔദാര്യം, മറുഭാഗത്ത് അവർ ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ വഞ്ചിക്കുകയാണ് ചെയ്തത്. വിവരണത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സ്വതന്ത്രനാക്കപ്പെട്ട അടിമ യസാറും അദ്ദേഹത്തിന്റെ ചില കൂട്ടുകാരും അവരെ കാണുകയുണ്ടായി. കാഫിറായി തീർന്ന ആളുകൾ ഒട്ടകങ്ങളെ തെളിച്ചു കൊണ്ടുപോകുമ്പോൾ മുസ്ലിങ്ങൾ അവരെ പോരിനെ വിളിക്കുകയും പിടികൂടുകയും ചെയ്തു. അവർ യുദ്ധം ചെയ്തപ്പോൾ ഇവരും തിരിച്ചടിച്ചു. അങ്ങനെ അവർ യസാറിന്റെ കൈകാലുകൾ ഛേദിക്കുകയും അദ്ദേഹത്തിന്റെ നാവിലും കണ്ണുകളിലും മുള്ളുകൾ തറയ്ക്കുകയും ചെയ്തു. അവസാനം അദ്ദേഹം മരണപ്പെട്ടു. അവർ കൊള്ളയടിച്ചും മോഷണം നടത്തിയും ഒട്ടകങ്ങളെ കൊണ്ടുപോവുകയും അതിന്റെ സംരക്ഷണത്തിനുണ്ടായിരുന്ന മുസ്ലിങ്ങളെ കൊല്ലുകയും ചെയ്തു. പിന്നെ അവർ വളർത്തുമൃഗങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആദ്യം യസാറിനെയും പിന്നെ മറ്റ് ഇടയന്മാരെയും വധിക്കുകയുണ്ടായി. അതിലൊരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി. അദ്ദേഹം വന്ന് പറഞ്ഞു, അവർ എൻ്റെ കൂട്ടുകാരെ കൊലപ്പെടുത്തിയിരിക്കുന്നു. അതായത് അവരിൽ നിന്നുള്ള ഒരാൾ രക്ഷപ്പെട്ടു വന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അവർ ഒട്ടകങ്ങളെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നു. മുഹമ്മദ് ബിൻ ഉമർ നിവേദനം ചെയ്യുന്നു, ബനു അമ്ര ബിൻ ഔഫിലെ ഒരു സ്ത്രീ തന്റെ കഴുതപ്പുറത്ത് സഞ്ചരിച്ചുകൊണ്ട് അവിടേക്ക് വന്നു. യസാറിന്റെ അടുത്തുകൂടി പോകുമ്പോൾ ആ സമയത്ത് അദ്ദേഹം ഒരു മരത്തിന്റെ ചുവട്ടിൽ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. ഈ സ്ത്രീ തന്റെ ഗോത്രത്തിൽ തിരിച്ചെത്തി സംഭവത്തെക്കുറിച്ച് അറിയിപ്പ് കൊടുത്തു. ഏതായാലും അവിടെയുള്ള ആളുകളും പുറപ്പെടുകയും അങ്ങനെ യസാറിന്റെ മൃതദേഹം എടുത്ത് കുബയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. സഹീ മുസ്ലിമിലുള്ള നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അൻസാറിലെ 20 യുവാക്കൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അയക്കുകയുണ്ടായി. ഒരു നിവേദനത്തിൽ പറയുന്നു, ശത്രുക്കളെ പിന്തുടർന്നുകൊണ്ട് 20 കുതിരസവാരിക്കാരെ പറഞ്ഞയച്ചു. അതായത് അവർ അത് കൊണ്ടുപോയി എന്ന് അറിവ് കിട്ടിയപ്പോൾ അവരെ പിടികൂടുന്നതിന് വേണ്ടി 20 ആളുകളെ പറഞ്ഞയച്ചു. അവരിൽ ചില ആളുകളുടെ പേരുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ സൽമ ബിൻ അക്കു, അബു റഹം, അബു സർ ഗഫാരി, ബുറൈദ ബിൻ ഹസീബ്, റാഫി ബിൻ മുഖീസ്, അവരുടെ സഹോദരൻ ജുന്ദബ്, ബിലാൽ ഇബ്നു ഹാരിസ്, അബ്ദുല്ല ബിൻ അമ്ര ബിൻ ഔഫ് മുസ്നി, ജുവാൽ ബിൻ സുറ സാലബി, സുവൈദ് ബിൻ സഖർ ജഹനി എന്നിവരുണ്ടായിരുന്നു. ഇവരെല്ലാവരും മുഹാജിറുകളിൽപ്പെട്ടവരായിരുന്നു. അവരുടെ നേതാവായി കർസൻ ബിൻ ജാബിറിനെ നിയോഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളെ പിന്തുടരുന്നതിന് വേണ്ടി പറഞ്ഞയച്ചു. അവരുടെ കൂടെ വഴി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരാളെയും പറഞ്ഞു വിട്ടിരുന്നു. അദ്ദേഹം ശത്രുക്കൾ പോയ വഴി അടയാളപ്പെടുത്തി കൊടുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾക്കെതിരെ ശവപ്രാർത്ഥന നടത്തി, അള്ളാഹുവെ അവരെ പോകുന്ന വഴിയിൽ അന്ധന്മാരാക്കണമേ, അത് അവർക്ക് ഒട്ടകത്തിന്റെ ചർമ്മത്തെക്കാളും പ്രയാസകരമാക്കണമേ, അതായത് അവർക്ക് യാത്ര ചെയ്യാൻ കഴിയരുത്. ഏതായാലും അള്ളാഹു അവരെ പോകുന്ന വഴിയിൽ തന്നെ കുരുടന്മാരാക്കി. അങ്ങനെ അവർ അതേ ദിവസം തന്നെ പിടിക്കപ്പെട്ടു. നേരം വെളുത്തപ്പോൾ അവരെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. ഈ പോയ 20 ആളുകൾ അവരെ പിടിച്ചുകൊണ്ടുവന്നു. ഒരു നിവേദനത്തിൽ പറയുന്നു, കർസ ബിൻ ജാബിറും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അവരെ തെരഞ്ഞു പുറപ്പെട്ടു. അങ്ങനെ രാത്രിയായി. അവർ രാത്രി ഹർറയിൽ കഴിച്ചുകൂട്ടി. അവർ അവിടെ നേരം വെളുപ്പിച്ചു. മറ്റുള്ള ആളുകൾ എവിടേക്ക് പോയി എന്ന് അവർക്കറിയില്ലായിരുന്നു. പെട്ടെന്ന് ഒരു സ്ത്രീ ഒട്ടകത്തിന്റെ തോളെല്ലും ഏറ്റുവരുന്നത് കണ്ടു. അവർ ആ സ്ത്രീയെ പിടികൂടി. അവരോട് ഇതെന്താണെന്ന് ചോദിച്ചു. ആ സ്ത്രീ പറഞ്ഞു, ഞാനൊരു ഗോത്രത്തിന്റെ അടുക്കിലൂടെ വരികയായിരുന്നു. അവർ ഒട്ടകം അറുക്കുന്നുണ്ടായിരുന്നു. അവരാണ് എനിക്ക് ഈ തോൾ നൽകിയത്. ഈ ആളുകൾ വനത്തിനുള്ളിലുണ്ട്.
അതിൽ നിന്ന് ഒരു കഷ്ണം ആ സ്ത്രീക്ക് കൊടുത്തതാണ്. അതായത് ഒരു കാലിലെ തുടയിൽ നിന്ന് കുറച്ച് അവർക്ക് കൊടുത്തു. അവർ പറഞ്ഞു, നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അവരുടെ പുക ഉയരുന്നത് കാണാൻ കഴിയുന്നതാണ്. അവർ ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ പുക പൊങ്ങുന്നുണ്ട്. അങ്ങനെ അവർ മുന്നോട്ട് നീങ്ങി. അവസാനം ഈ ആളുകളുടെ അടുത്തെത്തി. ആ സമയത്ത് അവരെല്ലാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സഹാബാക്കൾ അവരോട് കീഴടങ്ങാൻ പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും ബന്ദികളായി. അവരുടെ ഒരാളും തന്നെ ബാക്കിയായില്ല. സഹാബാക്കൾ അവരെ കെട്ടുകയും തങ്ങളുടെ പിന്നിൽ കുതിരപ്പുറത്തിരുത്തി മദീനയിലേക്ക് എത്തുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അപ്പോൾ റിഗാബ എന്ന സ്ഥലത്തേക്ക് പോയിരിക്കുകയായിരുന്നു. റിഗാബ ജുറുഫിന് അടുത്തുള്ളൊരു സ്ഥലമാണ്. ജുറുഫ് മദീനയിൽ നിന്ന് 3 മൈൽ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതായിരുന്നാലും അവരെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പുറപ്പെട്ടു. ഹദ്റത്ത് അനസ് നിവേദനം ചെയ്യുന്നു, ഞാൻ അവരുടെ പിന്നിൽ 2 കുട്ടികളുമായി പുറപ്പെട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെള്ളത്തിന്റെ ഒഴുക്ക് ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുമ്പ് കമ്പികൾ കൊണ്ടുവരാൻ കൽപ്പിച്ചു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആ ശത്രുക്കളുടെ കണ്ണുകളിൽ വെക്കുകയുണ്ടായി. കാരണം അവർ മുസ്ലിം ആട്ടിടയന്മാരുടെ കണ്ണുകളിലും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ അവരെ കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഒരു ഭാഗത്തുള്ള കൈകൾ മുറിക്കുകയും എതിർദിശയിലുള്ള കാലുകൾ വെട്ടുകയും അവരുടെ കണ്ണുകളിൽ ചുട്ടുപഴുത്ത കമ്പികൾ വെച്ച് ചൂടാക്കുകയും ചെയ്തു. അവസാനം അവർ മരണപ്പെട്ടു. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, അവരുടെ കണ്ണുകളിൽ ചുട്ടുപഴുത്ത കമ്പികൾ വെച്ചു. മാത്രമല്ല അവരെ വെയിലിലേക്ക് മാറ്റുകയും ചെയ്തു. അവർ വെള്ളം ചോദിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കൊടുത്തില്ല. ഹദ്റത്ത് അനസ് നിവേദനം ചെയ്യുന്നു, അവരിൽ ഒരാൾ ദാഹം കാരണം തന്റെ നാവ് പുറത്തേക്കിട്ട് ചുണ്ടുകളിൽ നാവ് കൊണ്ട് നനയ്ക്കുന്നതാണ് ഞാൻ കണ്ടത്. ശക്തമായ ചൂടുണ്ടായിരുന്നു. ആ കടുത്ത വെയിലിൽ അങ്ങനെ അവർ മരണപ്പെട്ടു. അവരുടെ രക്തം തടയുന്നതിന് മുറിവുകൾ വെച്ച് കെട്ടിയില്ല. അവരുടെ യാതൊരു ചികിത്സയും കൊടുത്തില്ല. അബൂ ഖിലാബ വിവരിക്കുന്നു, ഈ ആളുകൾ കൊല ചെയ്യുകയും മോഷണം നടത്തുകയും ഇസ്ലാം സ്വീകരിച്ച ശേഷം കാഫിറായി പോവുകയും അള്ളാഹുവിനോട് യുദ്ധം ചെയ്യുകയുമായിരുന്നു. ഇബ്നു സീരീൻ വിവരിക്കുന്നു, ഉറൈനയുടെ സംഭവം പ്രതികാരത്തിനുള്ള കൽപ്പന ഇറങ്ങുന്നതിന് മുമ്പുള്ളതാണ്. ഏതായാലും അതൊക്കെ സംഭവിച്ചു. പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങൾ വലിയ അക്രമം ചെയ്തു എന്ന് തോന്നിപ്പോകും. എന്നാൽ ഇസ്ലാമിക അധ്യാപനങ്ങൾ ഇതിനു ശേഷമാണ് അവതരിച്ചത്. അള്ളാഹു അത് സംബന്ധിച്ചുള്ള ആയത്ത് ഇങ്ങനെ അവതരിപ്പിച്ചു. അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും യുദ്ധം ചെയ്യുകയും നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനായി ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള ശിക്ഷ അവരെ വധിക്കുകയോ ക്രൂശിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കൈകാലുകൾ വിപരീത വശത്ത് നിന്ന് മുറിച്ചു കളയുകയോ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യുക മാത്രമാണ്. ഇതവർക്ക് ഇഹലോകത്ത് നിന്ദിതയ്ക്കും അപമാനത്തിനുമുള്ള കാര്യങ്ങളാണ്. പരലോകത്ത് അവർക്ക് വലിയ ശിക്ഷ വിധിക്കപ്പെട്ടിട്ടുമുണ്ട്. ചുരുക്കത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനു ശേഷം ആരുടെയും കണ്ണിൽ ചുട്ടുപഴുത്ത കമ്പികൾ വയ്ക്കുകയോ ആരുടെയും നാവ് അല്ലെങ്കിൽ കയ്യോ കാലോ അറുത്തുമാറ്റുകയോ ചെയ്തുകൊണ്ടുള്ള ഒരു ശിക്ഷയും നടപ്പാക്കിയിട്ടില്ല. ഇതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യങ്ങൾ അയക്കുമ്പോൾ മൃതദേഹങ്ങളെ വികലപ്പെടുത്തരുതെന്ന് കൽപ്പിക്കാറുമുണ്ടായിരുന്നു. അതിനുശേഷം സദക്ക കൊടുക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. മൃതദേഹങ്ങളെ വികൃതമാക്കുന്നത് തടയുകയും ചെയ്തു. മുഹമ്മദ് ബിൻ അംർ വാഖദിയും ഇബ്നു സഅദും വിവരിക്കുന്നു, 15 ഒട്ടകങ്ങളെയാണ് അവർ ഇടയന്മാരിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയത്. ഏതായാലും ഈ ശത്രുക്കൾ മുസ്ലിങ്ങളുമായി ചെയ്ത ദ്രോഹത്തിനുള്ള പകരം ചെയ്യുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ അവരോടും പെരുമാറി. അതേ നിലയ്ക്ക് അവർക്ക് ശിക്ഷ നൽകി. എന്നാൽ പിന്നീട് ഇസ്ലാമിക അധ്യാപനം അനുസരിച്ച് ഒരിക്കലും ശത്രുക്കളോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല. ഇത് ഒരു നിലയ്ക്കുള്ള മറുപടിയായിരുന്നു. പക്ഷേ ചില ആളുകൾ എന്തുകൊണ്ടാണ് ഇത്രയും അക്രമപരമായ രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായതെന്ന് ഇസ്ലാമിനുമേൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ വിശദീകരണത്തിലുള്ള മറുപടി ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് സീറത്ത് ഖാത്തമുൻ നബീനിൽ
സമുചിതം നൽകിയിട്ടുണ്ട്. അദ്ദേഹം എഴുതുന്നു, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങൾ വളരെ ഭയാനകമായിരുന്നു. കാരണം ഖുറൈശികളുടെയും യഹൂദികളുടെയും പ്രേരണയുടെ ഫലമായി മുഴുവൻ രാജ്യത്തും ശത്രുതയുടെ അഗ്നിനാളങ്ങൾ ഉയരുകയായിരുന്നു. അവർ തങ്ങളുടെ പുതിയ പദ്ധതികൾക്ക് കീഴിൽ ഒരു തീരുമാനമെടുത്തിരുന്നു. അതായത് മദീനയ്ക്ക് മേൽ കൃത്യമായ ആക്രമണം നടത്തുന്നതിന് പകരം ഒളിഞ്ഞിരുന്ന് വിവിധ മാർഗങ്ങളിലൂടെ നഷ്ടങ്ങൾ ഉണ്ടാക്കണം. വഞ്ചനയും ചതിയും അറേബ്യയിലുള്ള വന്യഗോത്രങ്ങളുടെ സ്വഭാവത്തിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് അവർ അനുവദനീയവും അല്ലാത്തതുമായ മാർഗങ്ങളിലൂടെ മുസ്ലിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കാൻ തയ്യാറായിരുന്നു. ഇനി വിവരിക്കാൻ പോകുന്ന സംഭവത്തിലും അത് കാണാൻ കഴിയും. ഇതും അവരുടെ മലീമസമായ ശൃംഖലയുടെ ഒരു കണ്ണിയായിരുന്നു. അത് ഭയാനകമായ രീതിയിൽ അതിന്റെ പര്യവസാനത്തിലേക്ക് എത്തി. ഇതിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം തുടരുന്നു. ഹിജ്രി 6-ാം വർഷം ശവ്വാൽ മാസത്തിൽ അക്കൽ, ഉറൈന ഗോത്രങ്ങളിലെ ഏതാനും ആളുകൾ, അതായത് 8 പേർ മദീനയിൽ വന്നു. ഇസ്ലാമിനോടുള്ള സ്നേഹവും താല്പര്യവും പ്രകടിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളായി തീർന്നു. കുറച്ചു കാലം താമസിച്ചതിന് ശേഷം മദീനയുടെ കാലാവസ്ഥ അവർക്ക് ഉദര സംബന്ധമായും മറ്റും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പരാതിയും ഉന്നയിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ഹാജരാവുകയും തങ്ങളുടെ പ്രയാസങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ കാട്ടുനിവാസികളാണ്. മൃഗങ്ങളുടെ കൂടെയാണ് ഞങ്ങളുടെ ജീവിതങ്ങൾ കഴിച്ചുകൂട്ടിയത്. പട്ടണത്തിലെ ജീവിതം ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് രോഗികളാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ മദീനയിൽ പ്രയാസമുണ്ടെങ്കിൽ മദീനയ്ക്ക് പുറത്ത് ഞങ്ങളുടെ നാൽക്കാലികൾ വസിക്കുന്ന സ്ഥലത്തേക്ക് മാറിപ്പോകാവുന്നതാണ്. അവരോട് ആദിത്യ മര്യാദകളെല്ലാം ചെയ്തതിന് ശേഷം വാത്സല്യത്തോട് പറഞ്ഞു, ഒട്ടകങ്ങളുടെ പാലും മറ്റും കുടിച്ച് ആരോഗ്യം നന്നാക്കിയെടുക്കുക. മറ്റു നിവേദനത്തിൽ പറയുന്നു, അവർ സ്വയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് അനുമതി നൽകുകയാണെങ്കിൽ ഞങ്ങൾ മദീനയ്ക്ക് പുറത്ത് അങ്ങയുടെ നാൽക്കാലികളും മറ്റും വസിക്കുന്ന സ്ഥലത്തേക്ക് മാറിപ്പോകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അനുമതി കൊടുത്തു. ഏതായാലും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അനുവാദം വാങ്ങി മദീനയ്ക്ക് പുറത്ത് മൃഗങ്ങളെ മേയ്ക്കുന്ന, അതായത് മുസ്ലിങ്ങളുടെ ഒട്ടകങ്ങൾ വസിക്കുന്ന സ്ഥലത്തേക്ക് മാറി താമസിച്ചു. പക്ഷേ ഈ ദുർഭകന്മാർ അവിടെ തങ്ങളുടെ സ്ഥിരതാവളം ഒരുക്കുകയാണ് ചെയ്തത്. അവർ ചുറ്റുപാടും കണ്ടോടിച്ച അവസ്ഥകളെ സംബന്ധിച്ച് നല്ലപോലെ മനസ്സിലാക്കി. തുറസ്സായ അന്തരീക്ഷത്തിൽ വസിക്കുകയും ഒട്ടകങ്ങളുടെ പാൽ കുടിക്കുകയും ചെയ്തപ്പോൾ അവർ നല്ലപോലെ തടിച്ചു കൊഴുക്കുകയും ചെയ്തു. ഒരു ദിവസം പെട്ടെന്ന് അവർ ഒട്ടകങ്ങളുടെ ഇടയന്മാരെ ആക്രമിക്കുകയും അവരെ വധിക്കുകയും ചെയ്തു. അവരെ വധിച്ചതും വളരെ വേദനാജനകമായ രീതിയിലായിരുന്നു. ആദ്യം അവരെ മൃഗങ്ങളെ അറുക്കുന്നത് പോലെ അറുത്തു. പിന്നെ അവസാനം കുറച്ച് ജീവൻ ബാക്കിയായപ്പോൾ അവരുടെ നാവുകളിൽ വളരെ മൂർച്ചയേറിയ കത്തികൾ കുത്തിയിറക്കുകയും ചെയ്തു. അവർ ഒച്ച വയ്ക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അതല്ലെങ്കിൽ ദാഹം കാരണം പിടയുന്നതിന് വേണ്ടിയായിരുന്നു ഇങ്ങനെ അറുത്തുമാറ്റിയത്. അത് അവരുടെ യാതന കുറെ കൂടി വർദ്ധിപ്പിച്ചു. പിന്നെ ഈ ദ്രോഹികൾ അതിനും അവസാനിപ്പിച്ചില്ല. മറിച്ച് നല്ല ചുട്ടുപഴുത്ത കമ്പികൾ അവരുടെ, അതായത് പകുതി മരിച്ച മുസ്ലിങ്ങളുടെ കണ്ണുകളിൽ കുത്തിയിറക്കി. അങ്ങനെ ഈ നിർദോഷികളായ മുസ്ലിങ്ങൾ തുറസ്സായ മൈതാനത്തിന് കീഴിൽ പിടഞ്ഞു തങ്ങളുടെ ജീവൻ വെടിഞ്ഞു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വന്തം സേവകനുമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് യസാർ എന്നായിരുന്നു. അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകങ്ങളെ മേയ്ക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ആളായിരുന്നു. ഈ കാട്ടാളന്മാർ വളരെ മൃഗീയമായ രീതിയിൽ മുസ്ലിങ്ങളെ കൊന്നൊടുക്കി. പിന്നെ എല്ലാ ഒട്ടകങ്ങളെയും തെളിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഈ വിഷയം ഒരു ആട്ടിടയൻ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയുണ്ടായി. അദ്ദേഹം യാദൃശ്ചികമായി രക്ഷപ്പെട്ടതായിരുന്നു. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ തന്നെ 20 സഹാബാക്കളുടെ ഒരു സംഘത്തെ തയ്യാറാക്കി അവരെ പിന്തുടരാൻ വേണ്ടി കൽപ്പിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇവർ കുറച്ചു ദൂരം പിന്നിട്ടതേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ധൈര്യസമേതം അവരെ പിന്തുടരുകയും പിടികൂടുകയും കയറുകളിൽ ബന്ദിയാക്കി തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇങ്ങനെയുള്ള രീതിയിൽ ആരെങ്കിലും വർത്തിച്ചാൽ അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള ഒരു കൽപ്പനയും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പതിവ് തത്വമനുസരിച്ച്, അതായത് ഇസ്ലാമിൽ പുതിയൊരു നിയമം അവതരിക്കുന്നതിന് മുമ്പ് ഗ്രന്ഥാനുസാരികളുടെ മാർഗത്തെയാണ് പിന്തുടരുന്നത്, അതുപോലെ തന്നെ ചെയ്യുകയുണ്ടായി. മൂസാ നബിയുടെ ന്യായപ്രമാണം അനുസരിച്ച് കൽപ്പന നൽകുകയുണ്ടായി. എങ്ങനെയാണോ ഈ ദ്രോഹികൾ മുസ്ലിം ഇടയന്മാരോട് വർത്തിച്ചത്, അതേ രീതിയിൽ അവരോട് പ്രതികാരം ചെയ്യുന്നതിനും പകരം ചോദിക്കുന്നതിനും കൽപ്പിച്ചു. ഇത് മൂസാ നബിയുടെ അധ്യാപനമായിരുന്നു. അതനുസരിച്ചാണ് പെരുമാറിയത്. പുതിയ ശരീഅത്തിന്റെ കൽപ്പനകൾ പൂർണ്ണമായും വരുന്നതിന് മുമ്പ്
മൂസാ നബിയുടെ അധ്യാപനം അനുസരിച്ചാണ് വർത്തിച്ചിരുന്നത്. ഏതായാലും അങ്ങനെ തന്നെ ചെയ്തു. ഈ ശിക്ഷ മറ്റുള്ളവർക്ക് ഒരു ഗുണപാഠമാകുന്നതിനും കൂടിയാണ്. അങ്ങനെ ചെറിയ ഒരു മാറ്റത്തോടു കൂടി അതേ നിലയിൽ തന്നെ മദീനയ്ക്ക് പുറത്ത് തുറസായ മൈതാനത്ത് അവരെ മരണത്തിന്റെ താഴ്വരകളിലേക്ക് ഇറക്കി വിട്ടു. പക്ഷേ ഇസ്ലാമിന് വേണ്ടി അള്ളാഹു മറ്റൊരു അധ്യാപനം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേലിൽ മറുപടിയായും പ്രതികാരമായും മൃതദേഹങ്ങളെ വികൃതമാക്കുന്ന ശിക്ഷ നിരോധിക്കപ്പെട്ടു. അതായത് വധിക്കപ്പെട്ടവരുടെ ശരീരം വികൃതമാക്കുകയോ പകരം ചോദിക്കുന്ന രീതിയിൽ അവയവങ്ങൾ വെട്ടിമാറ്റുകയോ മറ്റോ ചെയ്യുന്നത് പൂർണ്ണമായും നിരോധിക്കപ്പെട്ടു. ഈ സംഭവത്തെ സംബന്ധിച്ച് അദ്ദേഹം എഴുതുന്നു, നമുക്ക് കൂടുതലായൊന്നും എഴുതേണ്ട കാര്യമില്ല. കാരണം തീർച്ചയായും ഇതിൽ ദ്രോഹത്തിന് ആരംഭം കുറിച്ചത് നിഷേധികളുടെ ഭാഗത്തു നിന്നായിരുന്നു. അവർ അനുവദനീയമായ യാതൊരു കാരണവും കൂടാതെ തികച്ചും ഇസ്ലാം ശത്രുതയിൽ നിർദോഷികളായ മുസ്ലിങ്ങളോട് ഇത്തരത്തിൽ അക്രമപരമായ സമീപനമാണ് സ്വീകരിച്ചത്. അവർക്കുള്ള ശിക്ഷയിൽ ചെയ്തതെല്ലാം തികച്ചും പ്രതികാരവും മറുപടിയും എന്ന നിലയ്ക്ക് മാത്രമായിരുന്നു. അതായത് ശത്രുക്കൾക്ക് നൽകപ്പെട്ട ശിക്ഷ പ്രതികാരം എന്ന നിലയ്ക്കായിരുന്നു. അത് നൽകിയത് അവർ ഇസ്ലാമിനെതിരെ രാജ്യത്ത് മുഴുവനും ശത്രുതയുടെയും വെറുപ്പിന്റെയും തീ ആളിക്കത്തിച്ചതുകൊണ്ടുകൂടിയാണ്. പിന്നെ ഈ പ്രതികാരം മൂസവി ശരീഅത്തനുസരിച്ചുള്ളതുമായിരുന്നു. പക്ഷേ എന്നിട്ടും ഇസ്ലാം അതിന് നിലനിർത്തിയില്ല. മേലിൽ ഇത്തരത്തിലുള്ള രീതികളെ ഒഴിവാക്കുകയാണ് ഉണ്ടായത്. ഈ ഒരു സാഹചര്യത്തിൽ ബുദ്ധിയുള്ള ആരെങ്കിലും ഇത് സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിക്കുമോ? ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി ഓർക്കുക. ഇവരാണ് തുടക്കം മുതൽ തന്നെ ദുരുദ്ദേശത്തോടു കൂടി മദീനയിൽ വന്നത്. അവർ ഏറെക്കുറെ തങ്ങളുടെ ഗോത്രത്തിൽ അഭ്യാസങ്ങൾ പഠിപ്പിക്കപ്പെട്ടവരായിരുന്നു. മുസ്ലിങ്ങൾക്കിടയിൽ താമസിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയുണ്ടായി. ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കെതിരിലും അവർക്ക് ദുരുദ്ദേശം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ മദീനയിൽ വസിച്ചുകൊണ്ട് അതിനവർക്ക് അവസരം കിട്ടിയില്ല. അപ്പോൾ അവർ മദീനയ്ക്ക് പുറത്തു നിന്ന് തങ്ങളുടെ പരിപാടികൾ നടപ്പാക്കാമെന്ന് കരുതി. അവരുടെ ദുരുദ്ദേശം മുസ്ലിം ഇടയന്മാരോടുള്ള അവരുടെ പെരുമാറ്റത്തിൽ നിന്നും വ്യക്തമാണ്. അവർ വെറും കള്ളന്മാരും കൊള്ളക്കാരും മാത്രമായിരുന്നില്ല, മറിച്ച് തികച്ചും പ്രതികാരവാഞ്ച ഉള്ളവരായിരുന്നു. ഇനി അവർ ആരംഭത്തിൽ സത്യഹൃദയത്തോടെ മുസ്ലിങ്ങൾ ആവുകയും പിന്നീട് ഒട്ടകങ്ങളെ കണ്ടപ്പോൾ അവരുടെ ഉദ്ദേശങ്ങൾ മാറുകയും ആ ഒരു അവസ്ഥയിൽ അവർ ഒട്ടകങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ ആട്ടിടയന്മാർ അവർക്ക് തടസ്സമായെങ്കിൽ അവരെ മർദ്ദിച്ച് പോകാമായിരുന്നു. പക്ഷേ അവർ മുസ്ലിം ഇടയന്മാരെ കൊല്ലുകയും തങ്ങളെ സ്വയം അപകടത്തിൽപ്പെടുത്തി തങ്ങളുടെ കാട്ടാള രീതിയിലുള്ള പ്രവർത്തനങ്ങളെ ദീർഘിപ്പിക്കുകയും ചെയ്യാൻ അവിടെ കുറച്ച് സമയം തങ്ങുകയും വളരെ യാതനകൾ നൽകി അവരെ വധിക്കുകയും ചെയ്തതിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ചെയ്തികളൊന്നും ഒരു യാദൃച്ഛികമായ അത്യാർത്തി കൊണ്ട് ചെയ്തതല്ലായിരുന്നു എന്നാണ്. മറിച്ച് തികച്ചും ശത്രുതാപരമായ നീക്കമായിരുന്നു. മനസ്സിന്റെ ഉള്ളിലെ വെറുപ്പിന്റെയും നീണ്ടകാലമായ വിദ്വേഷത്തിന്റെയും പരിണതിയായിരുന്നു. അവരുടെ ഈ അക്രമമായ നിലപാടിന് മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തികച്ചും പ്രതികാരവും മറുപടിയും എന്ന നിലയ്ക്ക് ഇസ്ലാമിക അധ്യാപനങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് മൂസവി ശരീഅത്തനുസരിച്ചാണ് പ്രവർത്തിച്ചത്. പക്ഷേ അതിനുശേഷം വേഗം തന്നെ ഇസ്ലാമിക അധ്യാപനങ്ങൾ അവതരിച്ചു. ഇത്തരത്തിലുള്ള ശിക്ഷാപരമായ മറുപടി നൽകുന്നത് അനുവദനീയമല്ലെന്നും പ്രഖ്യാപിക്കപ്പെട്ടു. ബുഖാരിയിലുള്ള വാക്കുകൾ ഇപ്രകാരമാണ്: അതായത് ഈ സംഭവത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഔദാര്യത്തിനും സൽപെരുമാറ്റത്തിനുള്ള ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ഏതായാലും ശത്രുക്കളുടെ മൃതദേഹങ്ങളെ വികലമാക്കുന്നത് വിരോധിക്കുകയുണ്ടായി. വില്യം മ്യൂർ അടക്കമുള്ള പാശ്ചാത്യ ഗവേഷകർ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തെ വിവരിച്ചുകൊണ്ട് തങ്ങളുടെ ശൈലി അനുസരിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ഈ കൊള്ളക്കാരെ കൊന്നത് വളരെ അക്രമപരവും വന്യവുമായ നിലയിലാണെന്നും പറയുന്നു. എന്നാൽ എല്ലാ സാഹചര്യങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇക്കാര്യത്തിൽ ഇസ്ലാമിന്റെ കോന്തല തികച്ചും പരിഭാവനമാണെന്ന് കാണപ്പെടുന്നതാണ്. കാരണം വാസ്തവത്തിൽ ഈ തീരുമാനം ഇസ്ലാമിൻ്റെതല്ല, മറിച്ച് മൂസാ നബിയുടേതായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീഅത്തിനെ മിശിഹ കാലഹരണപ്പെടുത്തുകയല്ല, മറിച്ച് നിലനിർത്തുകയാണ് ചെയ്തത്. ഇനി നമ്മുടെ ആക്ഷേപകരുടെ മുന്നിൽ ഈസാ നബിയുടെ വാക്കുകൾ, അതായത് നിന്നെ വലത്തെ ചെകിടത്ത് അടിക്കുന്നവനെ മറ്റേതും തിരിച്ചു കാണിക്ക, നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്ക, ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകാൻ നിർബന്ധിച്ചാൽ
നാഴിക അവനോടുകൂടെ പോക തുടങ്ങിയ അധ്യാപനങ്ങൾ നമ്മുടെ എതിരാളികൾക്ക് ആക്ഷേപിക്കുന്നതിന് വക നൽകുന്നു. എന്നാൽ ഒരു പ്രശ്നമുള്ളത്, ഈ അധ്യാപനങ്ങൾ ഏതെങ്കിലും ഒരു ബുദ്ധിമാന്റെ പക്കൽ പ്രായോഗിക യോഗ്യമാണോ? ഇന്ന് ഈ 1950 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ 2000 വർഷങ്ങളും കഴിഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും ക്രിസ്തീയ പുരുഷനോ സ്ത്രീക്കോ അല്ലെങ്കിൽ ക്രിസ്തീയ സംഘങ്ങളോ രാഷ്ട്രങ്ങളോ ഈ അധ്യാപനമനുസരിച്ച് പെരുമാറാൻ തയ്യാറാണോ? പ്രസംഗ പീഠങ്ങളിൽ കയറി പ്രഭാഷണം നടത്തുന്നതിന് ഒരുപക്ഷെ ഇത് വളരെ നല്ല അധ്യാപനമായിരിക്കാം. പക്ഷേ കർമ്മപരമായ ലോകത്ത് ഈ അധ്യാപനങ്ങൾക്ക് യാതൊരു മൂല്യവുമില്ല. ഒരു ബുദ്ധിമാനും അതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നതുമല്ല. ഈ ഒരു അവസ്ഥയിൽ ഇത്തരം വൈകാരികമായ കളിപ്പാവകളെ മുന്നിൽ വെച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ആക്ഷേപത്തിന് കുറിമാനമാക്കുന്നത് സ്വന്തം വിവരക്കേടിനുള്ള സ്വയം തെളിവ് നൽകുന്നതിന് തുല്യമാണ്. അതെ, മൂസാ നബിയുടെ അധ്യാപനങ്ങളെ മുന്നിൽ വെച്ച് നോക്കുക. അദ്ദേഹം യേശുവിനെ അപേക്ഷിച്ച് ഒരു സത്യസന്ധനായ നിയമജ്ഞനും നിയമങ്ങളെ നല്ലപോലെ അറിയുന്ന ആളുമായിരുന്നു. മാത്രമല്ല, ക്രിസ്ത്യാനികളുടെ വാക്കുകളെ അല്ല, മറിച്ച് അവരുടെ കർമ്മപരമായ പ്രവൃത്തികളുടെ വെളിച്ചത്തിൽ പരീക്ഷിച്ചു നോക്കുക. അപ്പോൾ കർമ്മപരമായ രംഗത്ത് ഒരു മതത്തിനും തന്നെ ഇസ്ലാമിനെ നേരിടാൻ സാധ്യമല്ല എന്ന് വ്യക്തമാകുന്നതാണ്. കാരണം അത് എന്തെന്നാണ് പറയുന്നത്, അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. അത് പുറത്തു കാണിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്ന ദന്തങ്ങൾ ഒരുപോലെയുള്ളതാണ്. അതിൻ്റെ വാക്കും പ്രവൃത്തിയും ഉന്നതമായ തരത്തിലാണ് വിരാജിക്കുന്നത്. ഒരു ബുദ്ധിമാനും പക്ഷപാതമില്ലാത്ത വ്യക്തിക്കും അതിനുമേൽ ആക്ഷേപം ഉന്നയിക്കാൻ സാധ്യമല്ല, മറിച്ച് ഹൃദയപൂർവ്വം അതിനെ ശ്ലാഘിക്കേണ്ടി വരുന്നതാണ്. അതല്ലാതെ അത് മൂസവി ശരീഅത്തിനെ പോലെ എല്ലാ അവസ്ഥയിലും പ്രതികാരം ചെയ്യാനോ യാതൊരു വകതിരിവുമില്ലാതെ പ്രതികാരത്തിന്റെ മഴ ചലിപ്പിക്കാനോ അതല്ലെങ്കിൽ യേശുവിന്റെ അധ്യാപനം പോലെ എല്ലാ അവസ്ഥയിലും ശിക്ഷ കൊടുക്കരുതെന്നോ പറയുന്നില്ല. മാത്രമല്ല, കുറ്റവാളി ഏതെങ്കിലും കുറ്റം ചെയ്യുമ്പോൾ കുറ്റത്തിന്റെ ലക്ഷ്യത്തിന് വേണ്ടി സ്വയം സഹായം നൽകിക്കൊണ്ട്, അതായത് ശിക്ഷിക്കാതെ വിടുമ്പോൾ അയാളെ കരുത്തനാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇസ്ലാം അങ്ങേയറ്റത്തെയും ഇങ്ങേയറ്റത്തെയും വഴികളെ ഒഴിവാക്കിക്കൊണ്ട് മധ്യനിലയിലുള്ള അധ്യാപനം നൽകുന്നു. അത് ലോകത്ത് യഥാർത്ഥ സമാധാനത്തിന്റെ അടിത്തറയിടുന്നതാണ്. അതായത് ഓരോ തിന്മയ്ക്കും അതിന്റെ തീഷ്ണതയനുസരിച്ച് ഉചിതമായ ശിക്ഷ നൽകുക. എന്നാൽ അവസ്ഥകൾ അങ്ങനെ അല്ലാതാവുകയാണെങ്കിൽ, അതായത് മാപ്പ് കൊടുക്കുകയും സഹിഷ്ണുതയോടെ വർത്തിക്കുകയും ചെയ്യുമ്പോൾ മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുവെങ്കിൽ മാപ്പ് കൊടുക്കുകയും സഹിഷ്ണുതയോടെ വർത്തിക്കുകയും ചെയ്യുന്നതാണ് അഭികാമ്യം. അത്തരം വ്യക്തി അള്ളാഹുവിന്റെ പക്കൽ നല്ല പ്രതിഫലത്തിന്റെ അർഹനായിരിക്കുന്നതുമാണ്. ഇതാണ് ഇസ്ലാം ഇത് സംബന്ധിച്ച് നൽകുന്ന അധ്യാപനം. ഏതൊരു ബുദ്ധിമാനും അതിനെ നിരാകരിക്കാൻ സാധ്യമല്ല. ഇത് വളരെ നല്ലൊരു അധ്യാപനമാകുന്നു. അതിൽ മനുഷ്യന്റെ ആവശ്യങ്ങളുടെ എല്ലാ തലങ്ങളെയും പരിഗണിച്ചിരിക്കുന്നു. ശിക്ഷ കൊടുക്കുന്ന അവസരത്തിലും ഇസ്ലാം ഒരു നിബന്ധന വെച്ചിട്ടുണ്ട്. അതായത് ഉചിതമായ പരിധിയുടെ അപ്പുറത്തേക്ക് പോകരുത്. മൃതദേഹങ്ങളെ വികൃതമാക്കുന്ന മൃഗീയ ചെയ്തികളെ ഒറ്റയടിക്ക് നിർത്തലാക്കി. അതേസമയം മിശിഹയുടെ പ്രകടന പരിധിയിലുള്ള അധ്യാപനങ്ങൾ ഉണ്ടായിരുന്നിട്ടുകൂടി ക്രിസ്തീയ സമൂഹത്തിന്റെ ശത്രുക്കളുമായുള്ള പെരുമാറ്റവും യുദ്ധത്തിൽ കാണിച്ചുകൂട്ടുന്ന ചെയ്തികളും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നതുമെല്ലാം ലോക ചരിത്രത്തിൽ ഒരു തുറന്ന ഏടാകുന്നു. അവരെന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്ന് ഇവിടെ ആവർത്തിക്കേണ്ട കാര്യമില്ല. ഇനി മറ്റൊരു യുദ്ധ നീക്കത്തെക്കുറിച്ച് പരാമർശിക്കാം. ഇത് ഗസ്വ സീ ഖർദ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് സംബന്ധിച്ച് നബിയർത്തകാരന്മാർക്കും ഹദീസ് പടുക്കൾക്കുമിടയിൽ ഈ ഗസ്വ എപ്പോഴാണ് ഉണ്ടായതെന്ന കാര്യത്തിൽ തർക്കമുണ്ട്. ഹദീസ് പണ്ഡിതന്മാർ ഇത് ഹുദൈബിയ സന്ധിക്ക് ശേഷം ഖൈബർ യുദ്ധ നീക്കത്തിനു മുമ്പ് ഹിജറ 6-ാം വർഷം സുൽഖാദ് മാസത്തിനും ഹിജറ 7-ാം വർഷം മുഹറം മാസത്തിനുമിടയിലാണ് ഉണ്ടായതെന്ന് പറയുന്നു. എന്നാൽ നബിയരിത്രകാരന്മാർ ഇത് ലൈഹാൻ യുദ്ധത്തിന് ശേഷം ഹിജറ 6-ാം വർഷം ജമാദിയുൽ ഊല മാസത്തിലാണ് ഉണ്ടായതെന്ന് പറയുന്നു. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും പറയുന്നതനുസരിച്ച് ഇത് ഖൈബർ യുദ്ധത്തിന് 3 ദിവസം മുമ്പാണ് ഉണ്ടായത്. അവർ ഇതേ സംബന്ധിച്ച് ഹുദൈബിയ സന്ധിക്ക് ശേഷം ഖൈബറിന് മുമ്പാണെന്ന് പറയുന്നു. അല്ലാമ ഇബ്നു ഹജർ എഴുതുന്നു, ഇമാം അഹ്മദും ഇമാം മുസ്ലിമും ഇയാസ് ബിൻ സൽമയിൽ നിന്ന് ചെയ്ത നിവേദനത്തിൽ ഈ ഗസ്വ ഖൈബറിന് 3 ദിവസം മുമ്പാണെന്ന കാര്യത്തെ പിന്തുണയ്ക്കുന്നു. ഹദരത്ത് സൽമ ബിൻ അക്കുവും ആദ്യം ഹുദൈബിയ സന്ധിയും ശേഷം ഗസ്വ സീ ഖർദും വിവരിക്കുന്നു. ഏറ്റവും അവസാനം പറയുന്നു, ഇതിനുശേഷം ഞങ്ങൾ മദീനയിൽ തിരിച്ചെത്തി. 3 ദിവസം കഴിഞ്ഞതേയുള്ളൂ ഖൈബറിലേക്ക് പുറപ്പെട്ടു. ഇതിന് വിപരീതമായി
നബി ചരിത്രകാരന്മാർ അല്ലാമ ഇബ്നു ഇസാഖും ഇബ്നു സഅദും ഗസ്വ സീ ഖർദ് ഹിജറ 6-ാം വർഷത്തിൽ ഹുദൈബിയ സന്ധിക്ക് മുമ്പായിരുന്നു എന്ന് പറയുന്നു. ഇതിന്റെ വിശകലനത്തിൽ ഹദരത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് വിശദമായി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും തന്റെ ഗ്രന്ഥത്തിന്റെ ശേഷിക്കുന്ന ഭാഗത്തിനുള്ള ശീർഷകങ്ങൾ തയ്യാറാക്കിയതിൽ അദ്ദേഹം സീ ഖർദ് യുദ്ധനീക്കത്തെ ഖൈബർ യുദ്ധനീക്കത്തിന് മുമ്പ് ഹിജറ 7-ാം വർഷം മുഹറം മാസത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഗസ്വ സീ ഖർദ് ഗസ്വ ഗാബ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകങ്ങൾ ഇവിടെ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഗാബ മദീനയിൽ നിന്ന് ഷാമിലേക്ക് പോകുന്ന വഴിയിൽ 4 മൈൽ ദൂരത്തിൽ ഉഹദ് മലയുടെ പിന്നിൽ ഒരു മൈതാനമാണ്. ഇതിന് സീ ഖർദ് എന്ന് പറയാനുള്ള കാരണം ഉയൈന ബിൻ ഹസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകങ്ങളെ ആക്രമണം നടത്തി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സീ ഖർദ് വരെ വന്നിരുന്നു. സീ ഖർദ് മദീനയിൽ നിന്ന് ഏകദേശം 12 മൈൽ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അരുവിയാണ്. ഇതിന്റെ വിശദീകരണം ഇപ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 20 പെൺ ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു. വേറെയും കുറച്ച് ആണൊട്ടകങ്ങളെയും അതിൽ ചേർത്തിരുന്നു. അവ മദീനയിൽ ഖൈബറിലുള്ള വഴിയിൽ ബൈലയുടെ മേച്ചിൽപ്പുറങ്ങളിലും അതിന് പിന്നിൽ ബൈലയുടെ മലനിരകൾ വരെയും മേഞ്ഞു നടന്നിരുന്നു. അവിടെ പട്ടിണിയായപ്പോൾ അതിനെ ഗാബയിലേക്ക് മാറ്റി. ഒരു ഇടയൻ എല്ലാ ദിവസവും മഗ്‌രിബിന്റെ സമയത്ത് അവയുടെ പാൽ കറന്നു കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ സമർപ്പിച്ചിരുന്നു. ഉയൈന ബിൻ ഹസൻ ഫസാരി 40 കുതിര പടയാളികളോടൊപ്പം അവയ്ക്കുമേൽ ആക്രമണം നടത്തി ഒട്ടകങ്ങളെ തട്ടിക്കൊണ്ടുപോയി. നിവേദനമനുസരിച്ച് അവരുടെ നേതാവ് ഉയൈനയുടെ മകൻ അബ്ദുറഹ്മാൻ ആയിരുന്നു. ഉയൈന അവരുടെ സഹായത്തിനു വേണ്ടി പിന്നിൽ ഒരു സ്ഥലത്തുണ്ടായിരുന്നു. ആക്രമണത്തിനിടയിൽ ശത്രുക്കൾ അബൂദറിന്റെ മകൻ ദറിനെ കൊലപ്പെടുത്തി. അദ്ദേഹം ഈ ഒട്ടകങ്ങളുടെ ഇടയനായിരുന്നു. അബൂസറിന്റെ ഭാര്യ ലൈലയെ ബന്ദിയാക്കി കൊണ്ടുപോവുകയും ചെയ്തു. അബൂസറിന്റെ മകന്റെ ഭാര്യയും അവിടെ ഉണ്ടായിരുന്നു. അവർ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടു. ഉയൈന ബിൻ ഹസൻ ആരായിരുന്നു എന്നതിന്റെ വിശദീകരണത്തിൽ പറയുന്നു. ഉയൈന അഹ്സാബ് യുദ്ധവേളയിൽ ബനു ഫസാറ ഗോത്രത്തിന്റെ നേതാവായിരുന്നു. അഹ്സാബ് യുദ്ധത്തിനിടയിൽ കാഫിര്യങ്ങളുടെ 3 സൈന്യങ്ങൾ ബനു ഖുറൈസിയുമായി ചേർന്ന് മദീനയ്ക്ക് മേൽ ശക്തമായ ആക്രമണം നടത്താൻ തീരുമാനിച്ചപ്പോൾ അവരിൽ ഒരു സൈന്യത്തിന്റെ നേതാവ് ഉയൈന ആയിരുന്നു. ഉയൈന ബിൻ ഹസൻ മക്ക വിജയ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചു. ഒരു നിവേദനത്തിൽ പറയുന്നു, മക്ക വിജയത്തിനു മുമ്പേ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഭാഗവാക്കുമായിരുന്നു. ഹുനൈൻ, തായിഫ് യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ബനു തമീമിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി 50 സവാരികളോടൊപ്പം അയച്ചിട്ടുണ്ടായിരുന്നു. ഈ സരിയയുടെ കാരണത്തിൽ പറയുന്നു, ബനു തമീം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉദ്യോഗസ്ഥനെ സദക്കാത്ത് കൊണ്ടുപോകുന്നതിൽ നിന്ന് തടഞ്ഞിരുന്നു. പിന്നെ 1-ാം ഖിലാഫത്ത് കാലത്ത് മുർത്തദീങ്ങളായ കലാപകാരികളോടൊപ്പം ചേർന്ന് മുർത്തദാകുന്ന ഫിത്നയിലും ഇയാൾ അകപ്പെട്ടിരുന്നു. തലീഹ പ്രവാചകത്വം വാദിച്ചപ്പോൾ ഇയാൾ അതോടൊപ്പം ചേർന്നു. ആദ്യം മുസ്ലിം ആവുകയും പിന്നെ 2 തവണ മുർത്തദാവുകയും ചെയ്തു. അയാൾക്ക് ബയ്യത്ത് ചെയ്തു. പിന്നീട് ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ അടുക്കൽ ബന്ദിയായി വരികയുണ്ടായി. അദ്ദേഹം ഔദാര്യപൂർവ്വം അയാൾക്ക് മാപ്പ് കൊടുത്തു. അയാൾ വീണ്ടും ഇസ്ലാം സ്വീകരിച്ചു. അയാളുടെ വിശ്വാസത്തിന്റെ അവസ്ഥയും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അബൂസർ ഗഫാരിയെ ഗാബയിൽ പോകുന്നത് വിലക്കിയിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടും അബൂസർ ഗഫാരി ഗാബയിൽ പോയി. വിശദീകരണത്തിൽ പറയുന്നു, ആക്രമണത്തിന് മുമ്പേ അബൂസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒട്ടകങ്ങളുടെ മേച്ചിൽപ്പുറത്തേക്ക് പോകാൻ അനുവാദം ചോദിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശത്രുക്കൾ താങ്കളെ ആക്രമിക്കുമോ എന്ന് എനിക്ക് ആശങ്കയുണ്ട്. കാരണം നമ്മൾ ഉയൈനയോടും അയാളുടെ കൂട്ടുകാരുമായും സമാധാനത്തിലല്ല ഉള്ളത്. ഈ സ്ഥലവും അവരുടെ ഭാഗത്താണുള്ളത്. അതിനകത്ത് അബൂസർ ശാഠ്യം പിടിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ മകനെ വധിക്കുകയും ഭാര്യയെ ബന്ദിയാക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ ഒരു വടിയും കുത്തി വരുന്ന അവസ്ഥയുണ്ടാകും. ഹദ്രത്ത് അബൂസർ പറയുന്നു, നിങ്ങളെ സംബന്ധിച്ച് ആശങ്കയുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമാണ് ഉണ്ടായത്. എന്നിട്ട് ഞാൻ ശാഠ്യം പിടിച്ചുകൊണ്ടിരുന്നു. പിന്നെ അള്ളാഹുവാണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഞാൻ വീട്ടിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകങ്ങളെ തൊഴുത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. അവയ്ക്ക് വെള്ളവും ഭക്ഷണവും നൽകിയിട്ടുണ്ടായിരുന്നു. അവയുടെ പാൽ കറക്കുകയും ചെയ്തിരുന്നു. പിന്നെ ഞങ്ങൾ ഉറങ്ങിയപ്പോൾ രാത്രി നേരത്ത് ഉയൈന
40 സവാരികളോടൊപ്പം ഞങ്ങളെ ആക്രമിച്ചു. അവർ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ മകൻ പുറത്തേക്കിറങ്ങി. അവനെ അവർ വധിക്കുകയും ചെയ്തു. ഇതോടനുബന്ധിച്ച് ഹദ്റത്ത് സൽമാൻ ബിൻ അക്കു ശത്രുക്കളെ പിന്തുടർന്ന പരാമർശവും വരുന്നുണ്ട്. ബുഖാരിയിൽ പറയുന്നു, ഹദ്റത്ത് സൽമാൻ ബിൻ അക്കു നിവേദനം ചെയ്യുന്നു, ഞാൻ ഫജറിനുള്ള ആദ്യത്തെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകങ്ങൾ സീ ഖർദ് എന്ന സ്ഥലത്ത് മേയുകയായിരുന്നു. ഹദ്റത്ത് സൽമയോടൊപ്പം തിരുനബിയുടെ ഭൃത്യൻ റബാഹുമുണ്ടായിരുന്നു. ഹദ്റത്ത് സൽമ പറയുന്നു, അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ ഒരു മകൻ എന്നെ കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകങ്ങളെ കൊണ്ടുപോയിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ആരാണ് കൊണ്ടുപോയത്? അദ്ദേഹം പറഞ്ഞു, ഗത്ഫാൻകാരാണോ? അദ്ദേഹം, അതായത് സൽമ പറഞ്ഞു, ഞാൻ 3 പ്രാവശ്യം ഉച്ചത്തിൽ യാ സബാഹ എന്ന് വിളിച്ചു പറഞ്ഞു. ഇത് ഭയമുണ്ടാകുന്ന സന്ദർഭത്തിൽ പറയുന്ന വാക്കുകളാണ്. അങ്ങനെ മദീനയിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ശബ്ദം അവിടെ എത്തുന്നതിന് വേണ്ടി ഉച്ചത്തിലാണ് എല്ലാം പറഞ്ഞത്. അദ്ദേഹത്തിന് ശബ്ദം നല്ല ഉച്ചത്തിലുമായിരുന്നു. റബാഹിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കാൻ പറഞ്ഞയച്ചു. തുടർന്ന് പറയുന്നു, ഞാൻ മുന്നിലൂടെ വേഗത്തിലോടി. അങ്ങനെ ആക്രമകാരികളായ കൊള്ളക്കാരുടെ അടുത്തെത്തി. അവർ തങ്ങളുടെ മൃഗങ്ങൾക്ക് വെള്ളം കൊടുത്തു തുടങ്ങിയിരുന്നു. ഞാൻ എൻ്റെ അമ്പുകൾ കൊണ്ട് അവരെ ആക്രമിച്ചു തുടങ്ങി. ഞാൻ നല്ല അമ്പെയ്ത്തുകാരനായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇബ്നു അക്കു ആകുന്നു. ഇന്ന് ചുണയില്ലാത്ത ആളുകളുടെ നാശത്തിന്റെ ദിവസമാകുന്നു. ഒറ്റയ്ക്ക് തന്നെ ഞാൻ പൊരുതാൻ മുന്നോട്ടിറങ്ങി. മാത്രമല്ല, ഞാനത് ഉറക്കെ വിളിച്ചു പറയുന്നുമുണ്ടായിരുന്നു. ഞാൻ മരങ്ങൾക്ക് മുകളിലായിരിക്കുമ്പോൾ അവർക്ക് നേരെ അമ്പുകളെയ്യുകയും അവർ ഇടുങ്ങിയ താഴ്വരയിലെത്തുമ്പോൾ കുന്നുകൾക്ക് മുകളിൽ കയറി അവർക്ക് നേരെ കല്ലുകൾ എറിയുകയും ചെയ്തിരുന്നു. അങ്ങനെ അവരുടെ എല്ലാ ഒട്ടകങ്ങളെയും തിരിച്ചെടുത്തു. സഹീഹ് മുസ്ലിമിൽ ഇത്രയും കൂടി പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ അവരെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകങ്ങളിൽ ഒന്നിനെ പോലും തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായില്ല. അവരുടെ പക്കൽ നിന്ന് 30 പുതപ്പുകൾ ഞാൻ പിടിച്ചെടുത്തു. അത് അവർ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി ഉപേക്ഷിച്ച് ഓടുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും സഹാബാക്കൾക്കും മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ അവർ ഉപേക്ഷിച്ചെറിയുന്ന സാധനങ്ങൾക്ക് മുകളിൽ എല്ലാം അടയാളമെന്ന നിലയ്ക്ക് കല്ലുകൾ വെച്ചിരുന്നു. ഞാൻ അവരെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അവർക്ക് മേൽ അമ്പെയ്ത്തും തുറന്നുകൊണ്ടിരുന്നു. ഒറ്റയ്ക്ക് തന്നെ അവരോട് പോരാടിക്കൊണ്ടിരുന്നു. ചരിത്രത്തിലും തിരുനബി ചരിത്രങ്ങളിലും ഹദീസുകളുടെ രണ്ടാമത് വന്ന പരാമർശം പോലെ ഇത്രയും കൂടി പറയുന്നു, എല്ലാ ഒട്ടകങ്ങളെയും തിരിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. കുറച്ച് ഒട്ടകങ്ങൾ ശത്രുക്കൾ തങ്ങളുടെ കൂടെ കൊണ്ടുപോകുന്നതിൽ വിജയിച്ചിരുന്നു. ഏതായിരുന്നാലും മറുഭാഗത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സംഭവങ്ങൾ സംബന്ധിച്ച് അറിയിപ്പ് ലഭിച്ചപ്പോൾ മദീനയിൽ ഒരു വിളംബരം നടത്തി. വളരെ ഭയാനകമായ അവസ്ഥയാണ്. അതുകൊണ്ട് വിളംബരം നടത്തിക്കൊണ്ട് പറഞ്ഞു, യാ ഖൈലുല്ലാഹിൽ കബീർ, അതായത് അല്ലയോ കുതിരപ്പടയാളികളെ പുറപ്പെടുവിൻ. അതേ സമയത്ത് തന്നെ കുതിരപ്പടയാളികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചുറ്റും ഒരുമിച്ച് കൂടാൻ തുടങ്ങി. ഏറ്റവും ആദ്യം മിഖ്ദാദാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തിയത്. പിന്നെ ഇബാദ് ബിൻ ബഷർ, സഅദ് ബിൻ സെയ്ദ്, ഉസൈദ് ബിൻ ഹുദൈർ, ഉക്കാശ, മഹസർ ബിൻ നസ്ല, അബൂ ഖത്താദ, അബൂ ഇയാഷ് എന്നിവരും എത്തിച്ചേർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ബിൻ സെയ്ദിനെ അമീറായി നിശ്ചയിച്ചുകൊണ്ട് പറഞ്ഞു, ശത്രുവിനെ പിന്തുടർന്ന് പുറപ്പെടുക. അങ്ങനെ ഞാനും ആളുകളോടൊപ്പം നിങ്ങളുമായി കൂടിച്ചേരുന്നതാണ്. നിങ്ങൾ മുന്നിൽ പുറപ്പെടുക, പിന്നിൽ ഞാനും വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 500 സഹാബാക്കളോടൊപ്പം പുറപ്പെട്ടു. 700 പേരോടൊപ്പമാണ് പുറപ്പെട്ടത് എന്നും പറയപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഉമ്മ മക്തൂമിനെ തന്റെ പിൻഗാമിയായി നിശ്ചയിച്ചു. സഅദ് ബിൻ ഉബാദയെ 300 സഹാബാക്കളോടൊപ്പം മദീനയുടെ സംരക്ഷണത്തിന് വേണ്ടി നിർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് മിഖ്ദാദ് ബിൻ അസദിന്റെ അമ്പിൽ പതാക കെട്ടുകയും ചെയ്തു. ഈ ഉദ്യമത്തിൽ ഒരു സംഭവത്തെക്കുറിച്ചുള്ള പരാമർശം കൂടിയുണ്ട്. ഇബ്നു ഇസാഖ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഇയാഷ്, നിങ്ങളുടെ കുതിരയെ നിങ്ങളെക്കാളും ഉത്തമനായ ഒരു വ്യക്തിക്ക് നൽകുകയില്ലേ? അങ്ങനെയായാൽ അദ്ദേഹത്തിന് ശത്രുക്കളുടെ അടുത്തെത്താൻ കഴിയുന്നതാണ്. യാ റസൂലല്ലാഹ്, ഞാൻ നല്ല കുതിര സവാരിക്കാരനാകുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത്രയും കൂടി പറഞ്ഞു. പിന്നെ ഞാൻ കുതിരയെ കുതികാല് കൊണ്ട് തെളിച്ചു. പക്ഷേ 50 അടി മുന്നോട്ട് നീങ്ങിയതേ ഉള്ളൂ, അത് നിലത്തേക്ക് വീണു. ഞാൻ അത്ഭുതപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുതിരയെ തന്നെക്കാളും നല്ല സവാരിക്കാരന് കൊടുക്കുന്നതിന് വേണ്ടി പറയുന്നു. ഞാൻ പറഞ്ഞത് ഞാൻ നല്ല സവാരിക്കാരനാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഇയാഷിന്റെ കുതിരയെ
ഹദ്റത്ത് മആസ് ബിൻ മആസിന് കൊടുത്തു. ശത്രുക്കളെ പിന്തുടർന്നുകൊണ്ട് പോകുന്ന സൽമ പറയുന്നു, നേരം വെളുത്തപ്പോൾ ഉയൈന അവരെ അഥവാ ഇസ്ലാം ശത്രുക്കളെ സഹായിക്കാനെത്തി. ഇതിൽ നിന്ന് ഉയൈന അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അയാൾ ഒരു ഇടുങ്ങിയ താഴ്വരയിലായിരുന്നു. പറയുന്നു, ഞാൻ മലയ്ക്ക് മുകളിൽ കയറി. അയാൾ ചോദിച്ചു, ആരാണത്? അയാളുടെ കൂട്ടുകാർ പറഞ്ഞു, രാവിലെ മുതൽ ഇത്രയും നേരം നമ്മളെ പ്രയാസത്തിലാക്കി നമ്മളുടെ പിന്നിൽ കൂടി ആളാകുന്നു. നമുക്ക് മേൽ അമ്പെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മൃഗങ്ങളെ ഒന്നൊന്നായി തിരിച്ചെടുക്കുന്നു. നമ്മുടെ എല്ലാ സാധനങ്ങളും അയാൾ പിടിച്ചെടുത്തിരിക്കുന്നു. പറഞ്ഞു, അയാളുടെ പിന്നിൽ ആളുകൾ വരുന്നുണ്ടെന്ന് അയാൾക്ക് ബോധ്യമില്ലായിരുന്നുവെങ്കിൽ അയാൾ നിങ്ങളെ എപ്പോഴും ഒഴിവാക്കുമായിരുന്നു. അയാൾ നല്ല ജാഗ്രതയുള്ള ആളായിരുന്നു. ഇയാൾക്ക് പിന്നിൽ മറ്റേതോ സൈന്യം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. നിങ്ങളിൽ ഏതാനും ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവുക എന്നയാൾ തന്റെ കൂട്ടുകാരോട് പറഞ്ഞു. അങ്ങനെ അവരിലുള്ള 4 ആളുകൾ എൻ്റെ അടുക്കലെത്തി. കുന്നിന് മുകളിലേക്ക് കയറി. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ അറിയുമോ? അവർ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ പറഞ്ഞു, ഞാൻ ഇബ്നു അക്കു ആകുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അന്തസ്സ് നൽകിയവനായ അസ്തിത്വമാണ് ഈ സത്യം. നിങ്ങൾക്കാർക്കും എന്നെ പിടികൂടാൻ സാധ്യമല്ല. ഞാൻ നിങ്ങളെ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾക്കാർക്കും എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. അപ്പോൾ അവരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. പിന്നെ അവർ ഭയപ്പെട്ട് തിരിച്ചുപോയി. ഇത് ബുഖാരിയിലുള്ള നിവേദനമാകുന്നു. ഹദ്റത്ത് സൽമ പറയുന്നു, ഞാൻ ആ സ്ഥലത്ത് തന്നെ നിന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് മുന്നിൽ പറഞ്ഞയച്ച കുതിരസവാരിക്കാരെ കണ്ടുമുട്ടി. അവരെ മരങ്ങൾക്കിടയിലൂടെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, അതിലേറ്റവും മുന്നിൽ മാറസ് ബിൻ നസല അഹ്റം അസദി ആയിരുന്നു. അദ്ദേഹത്തിന് മുന്നിൽ അബൂ ഖത്താദ അൻസാരിയും അതിനു മുന്നിൽ മിഖ്ദാദ് ബിൻ അസദുമായിരുന്നു. ഇദ്ദേഹം പിന്നെയാണ് വന്നത്. ആദ്യം അഹ്റാമിന്റെ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ രക്ഷപ്പെട്ടുകൊള്ളുക, അവർ നിന്നെ അപായപ്പെടുത്തുന്നതാണ്, മുന്നോട്ട് പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി സഹാബാക്കളും എത്തുന്നതിന് മുമ്പേ മുന്നോട്ട് പോകരുത്, കാത്തിരിക്കൂ. അദ്ദേഹം പറഞ്ഞു, അല്ലയോ സൽമ, നീ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അറിഞ്ഞുകൊള്ളുക, സ്വർഗം സത്യമാണ്, നരകവും സത്യമാകുന്നു. നീ എനിക്കും ഷഹാദത്തിനുമിടയിൽ തടസ്സമാകരുത്. അദ്ദേഹം വളരെ ധൈര്യത്തോടു കൂടിയാണ് ഇത് പറഞ്ഞത്. സൽമ പറയുന്നു, ഞാൻ അദ്ദേഹത്തെ ഒഴിവാക്കി. പറയുന്നു, അങ്ങനെ ഹദ്റത്ത് അഹ്റാമും അബ്ദുറഹ്മാനുബിനു ഉയ്യനെയും പരസ്പരം പോരടിച്ചു. അദ്ദേഹം അബ്ദുറഹ്മാനെയും അയാളുടെ കുതിരയെയും മുറിവേൽപ്പിച്ചു. അബ്ദുറഹ്മാൻ അദ്ദേഹത്തിന്റെ നേർക്ക് അമ്പെയ്ത് ഷഹീദാക്കി. തന്റെ കുതിരപ്പുറത്ത് തിരിച്ചു പോവുകയും ചെയ്തു. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ഹദ്റത്ത് അഹ്റാമിനെ ഔബറാണ് ഷഹീദാക്കിയത്. ഔബാറും അയാളുടെ മകനും ഒരു ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുകയായിരുന്നു. ഹദ്റത്ത് ഉക്കാശ അവർക്ക് നേരെ ഒരു അമ്പെയ്തു. അങ്ങനെ ഒറ്റ ആക്രമണത്തിൽ തന്നെ അവർ രണ്ടുപേരെയും വധിച്ചു. മറ്റൊരു നിവേദനമനുസരിച്ച് ഹദ്റത്ത് അഹ്റാമിനെ മുസ്അദയാണ് ഷഹീദാക്കിയത്. ഷഹാദത്ത് സംഭവത്തിൽ ഒരു സ്വപ്നത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ഹദ്റത്ത് അഹ്റാം ശത്രുക്കളുമായി പൊരുതുന്നതിന് ഒരു ദിവസം മുമ്പ് ഒരു സ്വപ്നം കണ്ടിരുന്നു. തനിക്ക് വേണ്ടി ആകാശം തുറക്കപ്പെട്ടിരിക്കുന്നു, താൻ ആകാശത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അങ്ങനെ 7-ാം ആകാശം വരെ എത്തി. പിന്നെ സിദ്റത്തുൽ മുൻതഹ വരെ എത്തി. എന്നോട് പറയപ്പെട്ടു, ഇതാണ് നിന്റെ സ്ഥാനം. ഞാൻ ഈ സ്വപ്നം ഹദ്റത്ത് അബൂബക്കറിനോട് വിവരിച്ചു. അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഷഹാദത്ത് അനുഗ്രഹീതമാകട്ടെ. അതിന്റെ ഒരു ദിവസത്തിന് ശേഷം അദ്ദേഹം ഷഹീദാക്കപ്പെട്ടു. ഹദ്റത്ത് മുആരിസിന് പിന്നിൽ ഹദ്റത്ത് അബൂ ഖത്താദയും എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുതിരപ്പടാളിയായ ഹദ്റത്ത് അബൂ ഖത്താദയുമായി അബ്ദുറഹ്മാൻ ഇബ്നു ഉയൈന ഏറ്റുമുട്ടി. അവർ പരസ്പരം അമ്പെയ്തു. ഉയൈനയുടെ മകൻ ഹദ്റത്ത് അബൂ ഖത്താദയുടെ കുതിരയുടെ പൃഷ്ഠഭാഗം ഛേദിച്ചു. ഹദ്റത്ത് അബൂ ഖത്താദ അയാളെ കൊല്ലുകയും അയാളുടെ കുതിരപ്പുറത്തേറി പോവുകയും ചെയ്തു. ഹദ്റത്ത് അബൂ ഖത്താദ മുസ്അദ ഫസാരിയുമായി ഏറ്റുമുട്ടിയതിനെ സംബന്ധിച്ചും പരാമർശമുണ്ട്. ഒരു നിവേദനം അനുസരിച്ച് ഹദ്റത്ത് അബൂ ഖത്താദയ്ക്ക് ശത്രുക്കളുടെ ആക്രമണത്തെപ്പറ്റി അറിയിപ്പ് ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബാക്കളോടൊപ്പം മദീനയിൽ നിന്ന് യാത്ര തിരിച്ചു.
സുബാവയിൽ എത്തിയിരുന്നു. ഇത് സനിയത്ത് വിദായിൽ നിന്ന് ഇറങ്ങി ഉഹദ് മലയുടെ വഴിയിൽ ഒരു ചെറിയ കുന്നാകുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഖത്താദ, മുന്നോട്ട് ഗമിക്കൂ, അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നതാണ്. അബൂ ഖത്താദ പറയുന്നു, ഞാൻ പുറപ്പെട്ടു. എൻ്റെ കൂടെ മറ്റൊരാളും ഉണ്ടായിരുന്നു. ഞങ്ങൾ വേഗം ശത്രുക്കളുടെ അടുത്തെത്തി. ശത്രുക്കൾ അദ്ദേഹത്തോട് ചോദിച്ചു, അബൂ ഖത്താദ, എന്താണ് ഉദ്ദേശം? കൂട്ടുകാരൻ അദ്ദേഹത്തോട് പറഞ്ഞു, അവരെ നേരിടാൻ നമുക്ക് കഴിവില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നവരെയും കാത്തിരിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അതായത് മുഴുവൻ സൈന്യവും പിന്നിൽ വന്നതിന് ശേഷം നമ്മൾ യുദ്ധം ചെയ്താൽ മതി എന്നാണോ? ഹദ്റത്ത് അബൂ ഖത്താദ പറയുന്നു, നിങ്ങളൊരു ഭാഗത്ത് യുദ്ധം ചെയ്യുക, ഞാൻ മറുഭാഗത്ത് കൂടെ യുദ്ധം ചെയ്യും. പിന്നെ അവർ യുദ്ധം ചെയ്തു. ശത്രുക്കളെ പ്രയാസത്തിലാക്കി. ശത്രു അവർക്ക് മേൽ അമ്പ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു അമ്പ് അദ്ദേഹത്തിന് നെറ്റിയിൽ പതിച്ചു. ഹദ്റത്ത് അബൂ ഖത്താദ പറയുന്നു, ഞാൻ ആ അമ്പ് വലിച്ചെടുത്തു. എനിക്കപ്പോൾ ഒരു ലോഹ കഷ്ണം പുറത്തെടുക്കുന്നത് പോലെയാണ് തോന്നിയത്. ഞാൻ മുന്നോട്ട് കുതിച്ചു. അപ്പോൾ ശീഘ്രഗതിയിലുള്ള ഒരു കുതിര സവാരിക്കാരൻ എൻ്റെ മുന്നിൽ വന്നു. അയാൾ പടത്തൊപ്പി അണിഞ്ഞിരുന്നു. അയാൾ എന്നെ തിരിച്ചറിഞ്ഞു. പക്ഷെ എനിക്ക് അയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അയാൾ പറഞ്ഞു, അബൂ ഖത്താദ, അള്ളാഹു നിങ്ങളുടെയും എൻ്റെയും കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഉണ്ടാക്കിയിരിക്കുന്നു. അയാൾ തൻ്റെ മുഖത്ത് നിന്ന് പടത്തൊപ്പി മാറ്റി. അത് മുസ്അദ ഫസാരിയായിരുന്നു. അയാൾ പറഞ്ഞു, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ നിന്നോട് വാൾപ്പേറ്റ് നടത്തണമോ? അതല്ല അമ്പെയ്ത്താണോ വേണ്ടത്? അതുമല്ല മൽപ്പിടുത്തമാണോ? ഞാൻ പറഞ്ഞു, അത് നിനക്ക് വിട്ടുതരുന്നു. നിന്റെ ഇഷ്ടം പോലെ ആകാവുന്നതാണ്. അയാൾ പറഞ്ഞു, എന്നാൽ പിന്നെ മൽപ്പിടുത്തമാകാം. അക്കാലത്തും യുദ്ധത്തിന്റെ കൗതുകകരമായ രീതികൾ ഉണ്ടായിരുന്നു. അയാൾ തന്റെ സവാരിയിൽ നിന്നും താഴേക്കിറങ്ങി. ഞാനും താഴേക്ക് വന്നു. ഞാൻ കുതിരയെ ഒരു മരത്തിൽ കെട്ടിയിട്ടു. ആയുധങ്ങളും മടവെച്ചു. അയാളും അങ്ങനെ തന്നെ ചെയ്തു. പിന്നെ ഞങ്ങൾ മൽപ്പിടുത്തം നടത്തി. അള്ളാഹു എനിക്ക് അയാൾക്ക് മേൽ വിജയം നൽകി. ഞാൻ അയാൾക്ക് മേൽ കയറിയിരുന്നു. ഞാൻ എഴുന്നേൽക്കണമെന്നും അങ്ങനെ വാളെടുക്കണമെന്നും അയാളും വാളെടുക്കട്ടെ എന്നും കരുതി. ഞങ്ങൾ രണ്ട് സൈന്യത്തിനും ഇടയിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കുമേലും ആക്രമണത്തിന് സാധ്യതയുണ്ടായിരുന്നു. എൻ്റെ തലയിൽ എന്തോ ഒരു സാധനം തടയുന്നതായി തോന്നി. ഞങ്ങൾ മൽപ്പിടുത്തം നടത്തി. മുസ്അദയുടെ ആയുധങ്ങളുടെ അടുക്കൽ വരെ എത്തി. ഞാൻ കൈനീട്ടി അയാളുടെ വാൾ കൈക്കലാക്കി. അയാൾ എൻ്റെ കയ്യിൽ വാൾ കണ്ടപ്പോൾ പറഞ്ഞു, അബൂ ഖത്താദ, എന്നെ പരിഗണിക്കൂ. ഞാൻ പറഞ്ഞു, ഇല്ല, ഇപ്പോൾ നീ നിന്റെ സങ്കേതമായ നരകം കണ്ടുകൊള്ളുക. പിന്നെ ഞാൻ അയാളെ വധിച്ചു. അയാൾ ഒരു തുണിയിൽ പൊതിഞ്ഞു. പിന്നെ ഞാൻ അയാളുടെ വസ്ത്രങ്ങൾ സ്വയം അണിഞ്ഞു. അയാളുടെ ആയുധങ്ങൾ കൈക്കലാക്കി. അയാളുടെ കുതിരപ്പുറത്ത് സഞ്ചരിച്ചു. കാരണം ഞങ്ങൾ പോരാടിക്കുമ്പോൾ എൻ്റെ കുതിര ശത്രുക്കളുടെ ഭാഗത്തേക്ക് ഓടിപ്പോയിരുന്നു. അവർ അതിൻ്റെ പൃഷ്ഠഭാഗം ഛേദിക്കുകയും ചെയ്തിരുന്നു. ഞാൻ വേഗം മുന്നോട്ട് കുതിച്ചു. മുസ്അദയുടെ സഹോദരപുത്രനെ പിടികൂടി. അയാളുടെ കൂടെ വേറെയും 17 പേരുണ്ടായിരുന്നു. ഞാൻ അവരുടെ അടുത്തെത്തിയപ്പോൾ അവരെയും ആക്രമിച്ചു. മുസ്അദയുടെ സഹോദരപുത്രനെ അമ്പെയ്തു. അയാളുടെ കഴുത്തൊടിഞ്ഞു. അയാളുടെ കൂടെയുള്ളവർ ഓടി രക്ഷപ്പെട്ടു. ഞാൻ ഒട്ടകങ്ങളെ കൈവശപ്പെടുത്തി. ഇവയെ ഹദ്റത്ത് സൽമാ ബിൻ അക്കൂവിന്റെ ആക്രമണ സമയത്ത് ശത്രുക്കൾ വിട്ടുപോയതായിരുന്നു. ഈ യുദ്ധത്തിന്റെ വേറെയും വിശദീകരണങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് വിവരിക്കുന്നതാണ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون
واذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر